ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ്. ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ജൂൾസ് ലോ, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ഷോർട്ട് സർക്യൂട്ട്സ് ആൻഡ് ഓവർലോഡിംഗ്, ആംബിയറേജ്, ഇലക്ട്രിക് പവർ, ഇൻകേഴ്സൽ ലാമ്പ്, ഡിസ്ചാർജ് ലാംപ്സ് ആൻഡ് LED. ഫസ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്യാം. കറൻറ്റ് I = Q/T, ഓംസ് ലോഡ് ഇക്വേഷൻ H = I²RT, പവറിൻ്റെ ഇക്വേഷൻ P = W/T, H = V²/RT, V = IR, R = R1 R2/R1 + R2. ഈ ഇക്വേഷൻസൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം വരും. ഈ ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ജൂൾസ് ലോ, H = I²RT. ഇവിടെ H എന്ന് വെച്ചാൽ ഹീറ്റ് എത്രമാത്രം ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. I എന്ന് വെച്ചത് കറൻറ്റ്, R റെസിസ്റ്റൻസ്, T ടൈം. H = I²RT എന്നുള്ള ഇക്വേഷന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു കറൻറ്റ് കെയറിങ് കണ്ടക്ടറിലത്തെ ഹീറ്റ് എത്രമാത്രം ജനറേറ്റ് ചെയ്തു അത് ആ കറൻറ്റ് കെയറിങ് കണ്ടക്ടറിലത്തെ ടൈമിനോടും റെസിസ്റ്റൻസിനോടും അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറൻറ്റിനോടും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് എന്നാണ്. അതുപോലെ ഇത് മൂന്നിൻ്റെയും യൂണിറ്റ്സ് നോക്കി വെക്കാം. കറൻറ്റിൻ്റെ യൂണിറ്റാണ് ആംബിയർ, R റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഓം, ടൈമിൻ്റെ യൂണിറ്റാണ് സെക്കൻഡ്. ഓംസ് ലോനെ ബേസ് ചെയ്തിട്ട് നമുക്കിതിൽ 2-3 പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംബിയർ കറൻറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ഓം ഫോർ 5 minutes. ഇതിൽ റെസിസ്റ്റൻസ്, ടൈം, കറൻറ്റ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഹീറ്റ് ജനറേറ്റ് ചെയ്തതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, H = I²RT. അപ്പോൾ എല്ലാത്തിലും അതെന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുക. ഈ പ്രോബ്ലത്തിൽ നമ്മളെല്ലാവരും ചെയ്ത് വെക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ടിയുടെ കൂടെ 60 സെക്കൻഡ് എന്ത് ചെയ്യില്ല, ഇൻറ്റു ചെയ്ത് വെക്കില്ല, ഡയറക്റ്റ് 5 minutes കണ്ട് കൊടുക്കും. 5 × 60 സെക്കൻഡ് എന്ന് എന്തായാലും കാൽക്കുലേഷനിൽ കാണിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക H = I²RT എന്നുള്ളതിൽ I എന്ന് വെച്ചത് 0.2, I² എന്ന് വരുമ്പോൾ 0.2 2 ഇൻറ്റു R 200 ഇൻറ്റു T 5 × 60 that is equal to 300. Total we get 2400 joule. That is equal to heat generated equal to 2400 joule. നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes ബൈ എ ഡിവൈസ് ഓഫ് റെസിസ്റ്റൻസ് 920 ഓം വർക്കിംഗ് അണ്ടർ 230 volt. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് നോക്ക്, VRT ഇത് മൂന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഏത് ഇക്വേഷനാണോ നിച്ചുള്ളത് അതാദ്യം നോക്കാം. ഓൾറെഡി നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് H = V²/RT. ആ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 230. അപ്പോൾ ഇക്വേഷനിൽ നമുക്ക് V² ആണ് എഴുതേണ്ടത്. അപ്പോൾ 213² ഇൻറ്റു T എന്ന് വെച്ചത് 3 minutes ആണ്. അപ്പോൾ 3യുടെ കൂടെ നമ്മൾ ഓൾറെഡി 60 seconds എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3 × 60 ഓൾ ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് 920. അത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് 10,350 ജൂൾ. നെക്സ്റ്റ് നമുക്ക് വരുന്നൊരു പ്രോബ്ലം ആണ് ഹീറ്ററിൻ്റെ. രണ്ട് ഹീറ്റർ ഉണ്ട്, ഹീറ്റർ A, ഹീറ്റർ B. രണ്ടിലും വർക്കിംഗ് വോൾട്ടേജ് 230 volt ആണ്. വർക്കിംഗ് ടൈം 5 minutes തന്നെയാണ്. പക്ഷേ ഇതിൽ ഡിഫറൻസ് എന്ന് വെച്ചത് റെസിസ്റ്റൻസ് ആണ്. ഹീറ്റർ Aയിൽ 1150 ഓമും ഹീറ്റർ Bയിൽ വരുന്ന റെസിസ്റ്റൻസ് 460 ഓമും ആണ്. ഇതിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഹീറ്റർ Aയിൽ 13,800 ജൂൾ ആൻഡ് ഹീറ്റർ Bയിൽ തന്നിട്ടുള്ളത് 34,500 ജൂൾ. ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ ഡസ് ദി ഹീറ്റർ ഹാവിങ് ലോ റെസിസ്റ്റൻസ് ഗെറ്റ് ഹീറ്റഡ് മോർ. എന്തുകൊണ്ടാണ് ലോ റെസിസ്റ്റൻസിൽ ഹീറ്റർ കൂടുതൽ ഹീറ്റായത്? നമുക്ക് അതിൽ ആൻസറിൽ തന്നെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഹീറ്റർ Bയിലാണ് കൂടുതലായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് അതിൽ റെസിസ്റ്റൻസ് വളരെ കുറവാണ് ഹീറ്റർ Aനെ കമ്പയർ ചെയ്യുമ്പോൾ. അതിൻ്റെ ആൻസറാണ് ഇൻക്രീസിങ് ഇൻ ദ വാല്യൂ ഓഫ് കറൻറ്റ്. കറൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, കൂടി. അതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്തത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് വേ ഡസ് ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻഫ്ലുവൻസ് ദി ഹീറ്റ് ഡെവലപ്ഡ്. അതിൻ്റെ ആൻസർ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ സർക്യൂട്ട്. അത് 2 types ആണ്, സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ. ഇതിൽ നമുക്ക് 2 സർക്യൂട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻ വിച്ച് സർക്യൂട്ട് ഡസ് ദി ബൾബ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി. ഫിഗർ A ആണ് അതിൻ്റെ ആൻസർ, പാരലൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സീരീസിലായാലും പാരലലിലായാലും നമ്മൾ അതിൽ നിന്നും ഒരു ബൾബ് റിമൂവ് ചെയ്താൽ എന്താണ് അവിടെ സംഭവിക്കുക എന്നത്.
പാരലലിലാണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യും, എന്നാൽ സീരീസിലാണെങ്കിൽ ആ ബൾബ് ഗ്ലോ ചെയ്യില്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് വാട്ട് ഈസ് സീരീസ് കണക്ഷൻ ആൻഡ് വാട്ട് ഈസ് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ എന്ന് വെച്ചാൽ ഒരു സർക്യൂട്ടിൽ എല്ലാ റെസിസ്റ്റേഴ്സിനെയും വൺ ആഫ്റ്റർ വൺ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ മാത്രമേ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഈ ഒരു കണക്ഷന് പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. ഇവിടെ റെസിസ്റ്റേഴ്സൊക്കെ സീരീസ് ആയി കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യും. വി എന്ന് വെച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ വി = V1 + V2 അങ്ങനെ ആവും. ഓരോ റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ V1 = IR1, V2 = IR2. ഇവിടെ നമ്മൾ ഐനെ I1 എന്നോ I2 എന്നോ പറഞ്ഞിട്ടില്ല, വെറും I കോൺസ്റ്റൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ദാറ്റ് മീൻസ് കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ വിൽ ബി സെയിം. സീരീസ് സർക്യൂട്ട് വരുന്ന ഇക്വേഷനാണ് R = R1 + R2. ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഓംസ് ലോ V = IR എന്നുള്ള ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തിട്ടാണ്. സ്ക്രീനിൽ കാണുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഹിയർ R = effective resistance. That is the sum of the resistance of all the resistors when they are connected in series. Next our topic is parallel connection. Parallel കണക്ഷനിൽ സർക്യൂട്ടിൽ റെസിസ്റ്റേഴ്സിനെ ഓരോ ബ്രാഞ്ചിലായിട്ടാണ് കണക്ട് ചെയ്യുക. The total current in the circuit is the sum of the current through all the branch circuits. That is equal to I1 + I2. സീരീസ് കണക്ഷനിൽ നമ്മൾ ചെയ്ത പോലെ പാരലൽ കണക്ഷനിൽ ഓംസ് ലോ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് R = R1 R2 / R1 + R2. അപ്പോൾ സീരീസ് കണക്ഷനിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ R = R1 + R2 ആൻഡ് പാരലൽ കണക്ഷനിൽ വരുന്ന ഇക്വേഷൻ R = R1 R2 / R1 + R2. ഈ രണ്ട് ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ വന്നാൽ സോൾവ് ചെയ്യാനായിട്ട് ഇത് ആവശ്യം വരും. സോ അത് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൽ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിൽ. അപ്പോൾ ഒരു സൈഡ് പഠിച്ചു വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേത് എഴുതാം. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൽ വരുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസസ് ആണ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലലിൽ വരാം. നെക്സ്റ്റ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് ഈസ് സെയിം ഇൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കും? റെസിസ്റ്റേഴ്സ് സെയിം ആവില്ല. The current through each resistance is different. It gets divided as per the value of resistors ആണ് പാരലലിൽ വരിക. നെക്സ്റ്റ് ആണ് the potential difference across each resistors is different. അപ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ സെയിം ആയിരിക്കും. നെക്സ്റ്റ് each resistors cannot controlled by separate switches. അപ്പോൾ പാരലലിൽ എന്താവും വരിക? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. each resistors can be controlled by separate switches. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഡിഫറൻസ്. വൺ സൈഡ് പഠിക്കുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഓപ്പോസിറ്റ് എഴുതാം. നെക്സ്റ്റ് ഇതിൽ വരുന്നൊരു പ്രോബ്ലം, വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 4 ohm and 2 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് 6 watt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് റെസിസ്റ്റൻസും കിട്ടി, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 6 വാട്ടാണെന്നും കിട്ടി. സീരീസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. R = R1 + R2. ദാറ്റ് ഈസ് 4 + 2 6 ohm. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടെത്തേണ്ടത്? വാട്ട് ഈസ് ദ കറണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് എത്രമാത്രം എന്ന്. അപ്പോൾ നമുക്ക് അറിയണ വേറൊരു ഇക്വേഷനാണ് R = V/I. R ഓൾറെഡി നമുക്ക് കിട്ടി 6 ohm, V നമുക്ക് കിട്ടി 6, I നമുക്ക് അറിയില്ല. അപ്പോൾ I = V/R എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6/6 = 1 ആംപിയർ ആണ് നമുക്ക് കറണ്ട് കിട്ടുക. ഓരോന്നിൻ്റെ ആൻസർ എഴുതുമ്പോഴും അതിൻ്റെ യൂണിറ്റ് നമ്മൾ അവിടെ തന്നെ എഴുതണം, അതിന് മാർക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്, എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ആൻസറിൽ 1 എന്ന് കൊടുത്തത്. അതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്രത്യേകം എഴുതണം, അതിന് മാർക്കുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കറണ്ട് ഇഫ് 12 ohm and 4 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 12 watt പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ്. ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പാരലലായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസും തന്നിട്ടുണ്ട്, റെസിസ്റ്റേഴ്സ് 2 തന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പാരലലിൻ്റെ ഇക്വേഷൻ ആണ് 1/R = 1/R1 + 1/R2. അതിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 1/12 + 1/4 = 4 + 12/12 × 4 ദാറ്റ് ഈസ് = 16/48 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഹിയർ R = 48/16 ദാറ്റ് ഈസ് 3 ohm. കറണ്ട് ഐയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, V/R. I = V/R. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. V = 12 ആൻഡ് R = 3.
12/3 is equal to 4 ampere, that is 4A. ഇത് തന്നെ വേറൊരു ഇക്വേഷനിലൂടെ നമുക്ക് ചെയ്യാം. നമുക്കറിയാവുന്ന പാരലലിൻ്റെ വേറൊരു ഇക്വേഷനാണ് R is equal to R1 R2 by R1 plus R2. ഇതിൽ R1 എന്ന് വെച്ചത് 12ഉം R2 എന്ന് വെച്ചത് 4 ആണ്. അങ്ങനെ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ 12 into 4/12 plus 4, that is equal to 48/16, that is equal to 3 ohm. Current I is equal to V by R. Already നമുക്ക് ഇക്വേഷൻ അറിയാം. So 12/3 is equal to 4 ampere, that is 4A. ഈ രണ്ട് പ്രോബ്ലംസാണ് നമുക്ക് ഈ സർക്യൂട്ടിൽ പഠിക്കാനുള്ളത്, സീരീസിലും പാരലലിലും പഠിക്കാനുള്ളത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് നിക്രോമിനെ കുറിച്ചാണ്. ഹീറ്റിംഗ് കോയിൽസ് ഒക്കെ ഉണ്ടാക്കുന്നത് നിക്രോം വെച്ചിട്ടാണ്. നിക്രോം എന്ന് വെച്ചാൽ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ ആണ്. അതുപോലെ നിക്രോമിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ അതിന് ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്, അതുപോലെ എബിലിറ്റി ടു റിമൈൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ് ചെയ്യാണ്ട് തന്നെ കുറേ ടൈം റെഡ് ഹോട്ട് കണ്ടീഷനിൽ പോലും റിമൈൻ ചെയ്ത് നിൽക്കാനുള്ള എബിലിറ്റി അതിനുണ്ട്. അതുകൊണ്ടാണ് ഹീറ്റിംഗ് അപ്ലയൻസസിലൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് വർക്ക്സ് ഓൺ ദി ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഫ്യൂസ് വയർ എന്ന് വെച്ചാൽ ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആണ്. അതുപോലെ സേഫ്റ്റി ഫ്യൂസിലെ മെയിൻ പാർട്ടാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർസ് ഉണ്ടാക്കാനായിട്ട് അലോയ്സ് ആണ് യൂസ് ചെയ്യുക. ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്. ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് ടെർമിനൽസ് അല്ലെങ്കിൽ മെയിനിൽ നിന്ന് വരുന്ന രണ്ട് വയേഴ്സ് റെസിസ്റ്റൻസ് ഇല്ലാതെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ഓവർലോഡ് എപ്പോഴാണ് പറയുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ പവർ ഓഫ് ഓൾ അപ്ലയൻസസ്, എല്ലാ അപ്ലയൻസസിൻ്റെയും ടോട്ടൽ പവർ കണക്റ്റ് ചെയ്തത് സർക്യൂട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് ഓവർലോഡിങ് സംഭവിക്കുന്നത്. ഈ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടായത് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് കൂടുതലായിട്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്താലും നമ്മുടെ വീട്ടിലുള്ള ഈ ഫ്രിഡ്ജ് അതുപോലത്തെ അപ്ലയൻസസിനൊന്നും ഒരു ഡാമേജും സംഭവിക്കില്ല. ഡേഞ്ചർ സിറ്റുവേഷനിലും അപ്ലയൻസസിനൊന്നും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ സേഫ്റ്റി ഫ്യൂസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു പ്രൊട്ടക്റ്റിംഗ് ഡിവൈസാണ്. നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് ആംബിയറേജ്. എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആംബിയറേജ് എന്ന് വെച്ചാൽ ഒരു എക്യുപ്മെൻറ്റിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ പവറിൽ ഉണ്ടാകുന്ന റേഷ്യോ, ദാറ്റ് ഈസ് ആംബിയറേജ്. ഒരു കണ്ടക്ടറിൻ്റെ തിക്നെസ് കൂടുമ്പോൾ ആംബിയറേജും ഇൻക്രീസ് ആവും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇലക്ട്രിക് പവർ. പി എന്നാണ് ഡിനോട്ട് ചെയ്യുക. അതിൽ വരുന്ന ഇക്വേഷനാണ് P is equal to W/T, വർക്ക് ഡൺ ബൈ യൂണിറ്റ് ടൈം. ഇക്വേഷൻ P is equal to W/T എക്സ്പാൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക് അപ്ലയൻസസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. നെക്സ്റ്റ് രണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 wattage ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്, ദാറ്റ് ഈസ് പാരലൽ സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 watt, വാട്ട് ഈസ് ദ ആംബിയറേജ്? ആംബിയറേജിൽ വരുന്നൊരു ഇക്വേഷനാണ് വാട്ടേജ് ബൈ വോൾട്ടേജ്, W/V. I is equal to W/V. അപ്പോൾ അതിൽ നമ്മൾ 540 ഡിവൈഡഡ് ബൈ 230 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 2.34 ആംബിയർ. ഈസ് അപ്രോക്സിമേറ്റ്ലി 2.4 ആംബിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 115 ohm. ഇഫ് 2 ആംബിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്, വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? പവർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിന്നും റെസിസ്റ്റൻസും കറണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ പവറിൻ്റെ ഇക്വേഷൻ P is equal to I²R, ദാറ്റ് ഈസ് equal to 2² into 115 is equal to 460. അതിൻ്റെ യൂണിറ്റും കൂടെ കൊടുക്കുക, അപ്പോൾ 460 W. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതിൽ വരുന്നതാണ് ഇൻകേഴ്സൺ ലാമ്പ്, ഡിസ്ചാർജ് ലാംപ്സ് ആൻഡ് LED ബൾബ്. ഫിലമെൻറ്റ് ലാംപ്സ് ഒക്കെ നമ്മൾ പണ്ടൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് ഗ്ലാസ് കവർ, ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ആൻഡ് കോപ്പർ വയർ. നോർമൽ വോൾട്ടേജിൽ തന്നെ ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് ആവുകയും അതുപോലെ ഔട്ട്ലൈറ്റ് തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ബൾബിന് പറയുന്ന പേരാണ് ഇൻകേഴ്സൻറ്റ് ലാംപ്സ്. ഇതിൻ്റെ ഫിലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽ ടങ്സ്റ്റനായിട്ടാണ്. ടങ്സ്റ്റൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ കൂടുതൽ ടൈം വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനും അതുപോലെ വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ നിൽക്കാനും ടങ്സ്റ്റന് പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നതാണ്. ഈ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൾബ് എന്ത് ചെയ്യുക, ഇവാക്യുവേറ്റ് ചെയ്യുക.
ബൾബിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് ലോ പ്രഷർ ആയിട്ടുള്ള ഇനറ്റ് ഗ്യാസസ് എന്ത് ചെയ്യും ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേപ്പറൈസേഷൻ അതുവഴി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നൈട്രജൻ ആണ് ഇതിനായിട്ട് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറ്. നൈട്രജൻ കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ അവൈലബിലിറ്റി ഓഫ് നൈട്രജൻ കൂടുതലാണ്. ദാറ്റ് ഈസ് വൈ വി ചൂസ് നൈട്രജൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീങ് യൂസ് ആസ് ഫിലമെൻറ്റ്. അതിൻ്റെ റീസൺ ആണ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്, ഹൈ ഡക്റ്റിലിറ്റി ആൻഡ് എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ. ഇൻകേഴ്സൺ ലാമ്പിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ കുറേ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഈ ഡിവൈസിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. ഇൻകേഴ്സൺ ലാമ്പ് പോലെ തന്നെ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മറ്റു ടൈപ്സ് ലാമ്പ്സ് ആണ് ഡിസ്ചാർജ് ലാമ്പ്, ഫ്ലൂറസൻ ലാമ്പ്സ് ഒക്കെ. അതിൽ ഡിസ്ചാർജ് ലാമ്പ് എന്താണ് നമുക്ക് നോക്കാം. CFL, ഫ്ലൂറസൻ ലാമ്പ്, ആർക്ക് ലാമ്പ്, സോഡിയം വേപ്പർ ലാമ്പ് ഒക്കെ ഡിസ്ചാർജ് ലാമ്പ്സ് ആണ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ ഗ്ലാസ് ട്യൂബ്സിൻ്റെ ഉള്ളിൽ 2 ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഈ ഡിസ്ചാർജ് ലാമ്പ്സ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ട്യൂബ്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഗ്യാസസിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഡിസ്ചാർജ് മൂലമാണ് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യും. ഈ എക്സിസ്റ്റഡ് ആറ്റംസ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോസസ്സിൻ്റെ ഇടയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി ലൈറ്റായിട്ട് റേഡിയേറ്റ് ചെയ്യും. ലൈറ്റിൻ്റെ എനർജി ലെവൽസിൻ്റെ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ കളേഴ്സും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് റേഡിയേഷൻസൊക്കെ എമിറ്റ് ചെയ്യും. ഇതാണ് ഡിസ്ചാർജ് ലാമ്പ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് LED ബൾബ്, ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്. നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ആസ് ദർ ഈസ് നോ ഫിലമെൻറ്റ്, അതിൽ ഫിലമെൻ്റ് ഇല്ല. ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റിൻ്റെ രൂപത്തിലായിട്ട് എനർജി ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ബട്ട് ഇൻകേഴ്സൺ ലാമ്പിൽ അത് സംഭവിക്കുന്നുണ്ട്. സിൻസ് ദർ ഈസ് നോ മെർക്കുറി ഇൻ ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു എൻവിറോൺമെൻറ്റ്. മെർക്കുറി ഒന്നും അതിലില്ലാത്തത് കൊണ്ട് തന്നെ ഹാംഫുൾ അല്ല എൻവിറോൺമെൻറ്റിന്. LED ബൾബ് ഹാംഫുൾ അല്ല. ഫ്ലൂറസൻ ലാമ്പ്സിലൊക്കെ ഈ മെർക്കുറി ഉള്ളതുകൊണ്ട് അത് നമ്മുടെ എൻവിറോൺമെൻറ്റിനൊക്കെ ഹാംഫുള്ളാണ്. മറ്റുള്ള എല്ലാ ബൾബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും LED ബൾബാണ് കൂടുതൽ എഫിഷ്യൻ്റായി നിൽക്കുന്നത്. കാരണം അതിന് ലോ പവർ കൺസംഷനാണ്, ഹൈ എഫിഷ്യൻസി ഉണ്ട്, കൂടുതൽ കാലം നിൽക്കും. ഇങ്ങനത്തെ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ LED ബൾബ് മോർ എഫിഷ്യൻ്റ് ആണ്. അതുപോലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് LED ബൾബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലോ കോസ്റ്റ് മതി. പ്രൊഡക്ഷൻ ഓഫ് LED ബൾബ് കുറവാണ് മറ്റുള്ള ബൾബിനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. LED ബൾബിൻ്റെ പാർട്സ് ആണ് ബേസ് യൂണിറ്റ്, ഹീറ്റ് സിങ്ക്, ബേസ് പ്ലേറ്റ്, ബാക്ക് കണ്ടക്ടർ ആൻഡ് സ്ക്രൂസ്. അതിൻ്റെ യൂസസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കാം. ബേസ് യൂണിറ്റ് ഈസ് ദ മെറ്റാലിക് പാർട്സ് ദാറ്റ് കണക്ട്സ് ദ ബൾബ് ടു ദി ഹോൾഡർ. ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യുന്നൊരു ഭാഗമാണ് ബേസ് യൂണിറ്റ്. സെക്കൻഡ്, ഹീറ്റ് സിങ്ക്. ഇറ്റ് ഈസ് എ പാർട്ട് ക്ലോസ് ടു ദി ബേസ് യൂണിറ്റ് ഓഫ് ദി ബൾബ്. ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഫോർ അബ്സോർബിങ് ഹീറ്റ് ഫ്രം ദി ബേസ്. ബേസിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഹീറ്റ് സിങ്ക്. Base plate is the metal plate that fixes it to the holder. Next ആണ് screws. Screws for fixing wires from LED. LEDയിൽ നിന്നും വരുന്ന വയേഴ്സിനെ ഫിക്സ് ചെയ്യാനുള്ളതാണ് സ്ക്രൂസ്. അതുപോലെ LEDയിലുള്ള അതർ പാർട്സ് ആണ് പവർ സപ്ലൈ ബോർഡ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഡിഫ്യൂസർ കപ്പ്. പവർ സപ്ലൈ ബോർഡിൻ്റെ ഫംഗ്ഷനാണ് AC-നെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ നെസസറി ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജിനെ സപ്ലൈ ചെയ്യുന്നതും പവർ സപ്ലൈ ബോർഡിൻ്റെ യൂസാണ്. നെക്സ്റ്റ് വരുന്നതാണ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഈ ബോർഡിലാണ് നമ്മൾ LEDs ഒക്കെ ഫിക്സ് ചെയ്തേക്കുക. ഇതിൽ നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റീസൊക്കെ മാർക്ക് ചെയ്ത് വെക്കും. അറ്റ് ലാസ്റ്റ് വരുന്നതാണ് ഡിഫ്യൂസർ കപ്പ്. ദിസ് ഈസ് ദ പാർട്ട് ഫ്രം വിച്ച് ലൈറ്റ് കംസ് ഔട്ട് ഓഫ് ദി ബൾബ്. ബൾബിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ആ ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. LED ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസാണ് ഇൻസുലേഷൻ ടാപ്പ്, പ്ലയേഴ്സ്, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രൈപ്പർ, സോൾഡറിങ് അയൺ, സോൾഡർ ലെഡ് ആൻഡ് സോൾഡറിങ് വാക്സ്. അതിൻ്റെ കൺസ്ട്രക്ഷൻസും അതുപോലെ റിപ്പയറിങ്ങും ജസ്റ്റ് റീഡ് ചെയ്ത് വെക്കുക. റിപ്പയറിങ്ങിൽ വരുന്നതാണ് LEDs ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു LEDക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ലൈറ്റ് എമിറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് LED ബൾബ് ലൈറ്റ് ചെയ്യാത്ത വേറൊരു സിറ്റുവേഷനാണ് റെക്ടിഫയറോ ലോഡ് റെസിസ്റ്ററോ അല്ലെങ്കിൽ ഫിൽറ്റർ കപ്പാസിറ്ററായിട്ട് ഡാമേജ് ചെയ്താൽ LED ബൾബ് ലൈറ്റ് എമിറ്റ് ചെയ്യില്ല. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് മെയിൻ കമ്പോണൻറ്റ്സ് ഓഫ് എൻ LED ബൾബ്. ഒരു LED ബൾബിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്തൊക്കെയാണെന്ന്.
റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽറ്റർ കപ്പാസിറ്റർ, LED ചിപ്പ് ആൻഡ് ഹീറ്റ് സിങ്ക് ആണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ്. ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. സോ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളൊക്കെ നന്നായി നോക്കി വെക്കുക. ഓംസ് ലോ, സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, ഇക്വേഷൻസ്, പ്രോബ്ലംസ്, ഡിഫറൻസസ് ബിറ്റ്വീൻ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ, ഇലക്ട്രിക് പവർ, ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ഓവർലോഡിങ്, സേഫ്റ്റി ഫ്യൂസ്, ഇൻകേഴ്സൺ ലാമ്പ്, ഡിസ്ചാർജ് ലാംപ്സ് ആൻഡ് LED, ഇൻകേഴ്സൺ ലാമ്പിൽ ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ബൾബിൻ്റെ ഉള്ളിൽ ലോ പ്രഷറായിട്ടുള്ള ഇനറ്റ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വേപ്പറൈസേഷന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ആകെ എത്ര പഠിക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു.